നമസ്കാരം. KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. ലോക തൊഴിലാളി ദിനത്തിലും ന്യായമായ അവകാശങ്ങൾക്കായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിൽ. സാമ്രാജ്യത്വ അനുകൂല നവലിബറൽ നയങ്ങളിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അന്താരാഷ്ട്ര മൂലധനത്തിന്റെയും ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകളുടെയും ചൂഷണത്തിനെതിരെ അധ്വാനവർഗത്തിന്റെ ശബ്ദം ഉയരട്ടെ. മെയ് 1 ലോക തൊഴിലാളി ദിനം. നെല്ലിന്റെ സംഭരണ വില ഈ ആഴ്ച വിതരണം ചെയ്യും. വിലക്കയറ്റം തടയാൻ സർക്കാർ അനുവദിക്കുന്ന തുക കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് സപ്ലൈകോയുടെ പരാതി. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ നിന്നും വൈക്കോൽ നീക്കം ചെയ്തിട്ടില്ല. കച്ചിയഴുകിയ വെള്ളം പൊതുജലാശയങ്ങളിലേക്ക് എത്തുന്നത് വ്യാപക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു. വെളിച്ചെണ്ണ വില തിളയ്ക്കുന്നു. അശാസ്ത്രീയ വിതരണം. അർഹരായവർ ഒഴിവാക്കപ്പെടുന്നു. സബ്സിഡി സാധന വിതരണം റേഷൻ കടകൾ വഴിയാക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. ലോക തൊഴിലാളി ദിനത്തിലും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിരാഹാര സത്യാഗ്രഹ സമരത്തിലേക്ക്. കേബിൾ TV വിതരണ ശൃംഖലയ്ക്കായി KSCBയുടെ വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കുന്നതിന് വാടക ഭീമമായി ഉയർത്തുന്നതിനെതിരെ അസോസിയേഷൻ ചൊവ്വാഴ്ചയാണ് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്. കേബിൾ വിതരണത്തിനായി വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കുന്നതിന്റെ വാടക 1998 വരെ 1 രൂപയായിരുന്നു. ഇപ്പോഴത് 311 രൂപയായിരിക്കുന്നു. ഓരോ വർഷവും 5% വർധന കൂടി നൽകണം. പുതിയതായി വാടകയ്ക്ക് പോസ്റ്റ് എടുക്കുന്നവരിൽ നിന്നും ഈ തുകയുടെ 3 ഇരട്ടി മുൻകൂറായി ഈടാക്കുകയും ചെയ്യുന്നു. ഈ ഭീമമായ നിരക്കിൽ കേബിൾ TV പോലെയുള്ള ചെറുകിട വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. 2002 പോസ്റ്റുകളുടെ വാടക 108 രൂപയായി ഉയർത്തുന്നതിന് KSCB ഹൈക്കോടതിയെ ബോധിപ്പിച്ച കാരണങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈദ്യുതി പോസ്റ്റിന്റെ നിർമ്മാണം, പരിചരണം എന്നിവയ്ക്കായി 10 വർഷം വരുന്ന ആകെ ചെലവിന്റെ അനുപാതത്തിലാണ് നിരക്ക് നിശ്ചയിച്ചതെന്നാണ് KSCB കോടതിയെ ധരിപ്പിച്ചത്. ഇതേ മാനദണ്ഡം ഇപ്പോൾ നടപ്പാക്കിയാൽ വർധനവിന്റെ ആവശ്യങ്ങളെ ഉണ്ടാകുന്നില്ല. 1992 വൈദ്യുതി പോസ്റ്റുകൾ കേബിൾ TV ആവശ്യത്തിന് അനുവദിക്കാൻ തുടങ്ങിയത് മുതൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരോടും വൻകിട കമ്പനികളോടും വിവേചനപരമായാണ് KSCB പെരുമാറിയത്. 1997 വരെ ചെറുകിട ഓപ്പറേറ്റർമാർക്ക് പോസ്റ്റുകൾ അനുവദിച്ചിരുന്നില്ല. 98 പോസ്റ്റുകൾ നൽകാൻ തുടങ്ങിയപ്പോൾ ചെറുകിട ഓപ്പറേറ്റർമാർക്ക് 17 വൻകിട ഓപ്പറേറ്റർമാർക്ക് 10 രൂപയുമായിരുന്നു നിരക്ക് നിശ്ചയിച്ചിരുന്നത്. ചെറുകിട കേബിൾ TV നടത്തിപ്പുകാരിൽ നിന്നും വരിസംഖ്യ മുൻകൂറായി ഈടാക്കുമ്പോൾ വൻകിട കമ്പനികൾ കോടികൾ കുടിശ്ശിക വരുത്തിയിട്ടും നടപടിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കേബിൾ TV സേവനങ്ങൾ ലഭ്യമാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഈ വർഷത്തോടെ കേബിൾ TV സംരംഭകർ പൂർണ്ണമായും ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുട്ടടിയായി KSCBയുടെ ചാർജ് വർധനവ്. സമരം ചെയ്യും ധീരന്മാർക്ക് സമരം ചെയ്യും ധീരന്മാർക്ക് നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഉപജീവന മാർഗത്തിന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ചാനലുകളുടെ നാശത്തിനും വഴിവെക്കുന്ന KSCBയുടെ പുതിയ നയത്തിനെതിരെയാണ് ഈ സമരം. തികച്ചും കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഏക വിനോദോപാധിയായ ടെലിവിഷനെ വരുംകാലങ്ങളിൽ ഒരു വലിയ കച്ചവടച്ചരക്കാക്കി മാറ്റാനുള്ള വൻകിട കുത്തക കമ്പനികൾക്ക് സഹായകരമാവുന്ന നയങ്ങൾ
എടുക്കുന്ന KSEBയുടെ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. തീർച്ചയായും ഈ സമരം വിജയിക്കേണ്ടത് കേരളത്തിലെ സമസ്ത വിഭാഗങ്ങളുടെയും സാധാരണക്കാരായ ജനങ്ങളുടെയും സമൂഹത്തിന്റെയും കൂടി ആവശ്യമായതുകൊണ്ട് കേരളത്തിലെ സമസ്ത വിഭാഗങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ജനങ്ങളുടെ വ്യക്തിത്വങ്ങളുടെയും ഒക്കെ സഹായം ഇതിനായി ഞങ്ങൾ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി കേരളത്തിൽ കേബിൾ TV വ്യവസായ രംഗത്ത് അധിനിവേശ ശക്തികളെ പ്രതിരോധിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA. പ്രാദേശിക വിഷയങ്ങൾ അധികാരികൾക്കും പൊതുസമൂഹത്തിനും മുന്നിൽ എത്തിക്കുന്നതിനായി പ്രാദേശിക വാർത്താ ചാനലും ഓരോ കേബിൾ നെറ്റ്വർക്കിനുമുണ്ട്. അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരം 2ാം ദിവസം പിന്നിടുകയാണ്. സത്യാഗ്രഹ സമരത്തിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുന്നു. 2014 മെയ് ദിനം രാജ്യത്തെയും ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെയും വിജയദിനം. ശാസ്ത്ര, സാങ്കേതിക, തൊഴിൽപരമായ മേഖലകളിൽ അടിച്ചമർത്തപ്പെട്ട സാധാരണക്കാരുടെ അവകാശങ്ങൾ സമരത്തിലൂടെ നേടിയെടുത്തതിന്റെ ഓർമ്മ പുതുക്കൽ. അതാണ് മെയ് ദിനം. തൊഴിലാളികൾ നിരന്തരം ചൂഷണം ചെയ്യപ്പെടുന്നതിൽ നിന്നും സാധാരണ തൊഴിലാളികളെ സംരക്ഷിക്കാനും രക്ഷിക്കാനും വേണ്ടി സമരം നടത്തിയതിനെയും അതിൽ നിന്നും കിട്ടിയ വിജയത്തെയുമാണ് ഇപ്പോഴും തൊഴിലാളി ദിനമായി ലോകം മെയ് 1 ആചരിക്കുന്നത്. രാവും പകലുമില്ലാതെ, യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ അടിമകളെ പോലെ ബ്രിട്ടീഷുകാർക്ക് ജോലി ചെയ്തു കൊടുക്കുമ്പോൾ തുച്ഛമായ പ്രതിഫലം മാത്രമാണ് അന്ന് ലഭിച്ചിരുന്നത്. എന്നാൽ ഈ രീതികൾക്ക് മാറ്റം കൊണ്ടുവന്നത് തൊഴിലാളികൾ സംഘടിച്ച സമരം നടത്തിയതിലൂടെയാണ്. ഈ സമരത്തെ ബ്രിട്ടീഷ് സൈന്യത്തെ ഉപയോഗിച്ച് നേരിട്ടു. അതേസമയം ഈ സമരത്തിൽ ആത്യന്തികമായി തൊഴിലാളികൾ തന്നെ വിജയിക്കുകയുണ്ടായി. സമര പോരാട്ടങ്ങൾക്കൊടുവിൽ 8 മണിക്കൂർ തൊഴിലിനായി ഏർപ്പെടുത്തിയതും സേവന വേതന കാര്യങ്ങളിൽ കൃത്യത കൊണ്ടുവരാനും സാധിച്ചു. ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ മെയ് ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ തൊഴിൽ മേഖല വൻ പ്രതിസന്ധികളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സംഘടിത, അസംഘടിത മേഖലകളിലെയും വൻകിട ദേശീയ, ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകളുടെയും ബാങ്ക്, ഇൻഷുറൻസ്, ടെലികോം, കേന്ദ്ര സംസ്ഥാന സർവീസ് എന്നിവയിലെയും ജീവനക്കാർ സമരത്തിലാണ്. നിയമപ്രകാരം ലഭിച്ച അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള തൊഴിലാളികളുടെ സമരത്തെ പോലീസിനെയും സായുധ സേനയെയും ഉപയോഗിച്ച് നേരിടുന്ന കാഴ്ചകൾ പതിവാണ്. ഈ കാലത്തും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുന്നതും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്ന കാഴ്ചയും സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നതാണ് വാസ്തവം. 2014 തൊഴിൽ ദിനത്തിൽ KCBയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മെയ് ദിനാശംസകൾ. ന്യൂസ് ഡെസ്ക് KCB. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി വിപണിയിൽ ഇടപെടുന്ന സപ്ലൈകോയ്ക്ക് സർക്കാർ അനുവദിക്കുന്ന തുക കൃത്യമായി കിട്ടുന്നില്ലെന്ന് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ. സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകുന്ന സഹായം ഇരട്ടിയാക്കണം. ഇത്തവണ ബജറ്റിൽ വകയിരുത്തിയ 180 കോടി രൂപ 260 കോടി രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയതായും സപ്ലൈകോ ഡയറക്ടർ അറിയിച്ചു. സപ്ലൈകോ നെല്ല് സംഭരിച്ചതിന്റെ വിലയായി കർഷകർക്ക് നൽകാനുള്ള 150 കോടി രൂപ ഈ ആഴ്ച നൽകും. സപ്ലൈകോയുടെ മാവേലി മെഡിക്കൽ സ്റ്റോറുകളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തത് പരിശോധിക്കും. ഏപ്രിൽ ആദ്യ ആഴ്ചയിലെ കണക്കെടുപ്പും വിഷുവിനോടനുബന്ധിച്ചുള്ള അവധി ദിവസങ്ങളും മരുന്ന് വിതരണത്തെ ബാധിച്ചിട്ടുണ്ട്. പാഴ്സൽ സർവീസ് ഏജൻസികളെയാണ് മരുന്ന് വിതരണത്തിനായി സപ്ലൈകോ ആശ്രയിക്കുന്നത്. തുടർച്ചയായ അവധി ഗോഡൌണിലെ മരുന്നുകൾ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ തടസ്സമായിട്ടുണ്ട്. ഈ സീസണിൽ 1 ലക്ഷത്തോളം കർഷകരിൽ നിന്ന് 3.2 ലക്ഷം ടൺ നെല്ല് സംഭരിച്ചു. മെയ് മാസത്തിൽ 80,000 ടൺ കൂടി സംഭരിക്കാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്. ഈ ജനുവരി, മെയ് മാസങ്ങളിൽ ആകെ 4 ലക്ഷം ടണ്ണാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷം ഇത് 1.86 ലക്ഷം ടണ്ണായിരുന്നു. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിക്ക് ശേഷം വെള്ളം കയറ്റിയത് സമീപവാസികളെ ദുരിതത്തിലാഴ്ത്തി. കൊയ്ത്തിനു ശേഷം വൈക്കോലിന് ആവശ്യക്കാർ ഇല്ലാത്തതുമൂലം ഇവ പാടത്ത് കിടന്ന് ചീഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പുഞ്ചക്കൊയ്ത്തിനു ശേഷം പാടത്ത് ഉപേക്ഷിച്ച കച്ചി നീക്കാതെ പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റിയത് നാട്ടുകാരെ ദുരിതത്തിലാഴ്ത്തി. കുട്ടനാട്ടിൽ ക്ഷീരകർഷകർ കൂട്ടത്തോടെ പിൻവാങ്ങിയതും കൊയ്ത്ത് മെഷീനിൽ വിളവെടുക്കുന്നതുമാണ് പാടത്ത് കച്ചി ഉപേക്ഷിക്കുവാൻ കാരണമായത്. അതേസമയം പാടശേഖരത്തെ കച്ചി നശിപ്പിക്കാതെ വെള്ളം കയറ്റിയത് കച്ചി ചീയാനിടയാക്കി. പാടങ്ങളിൽ നിന്നും ഇറങ്ങുന്ന വെള്ളം കറുത്ത നിറത്തിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ്. കടുത്ത ശുദ്ധജലക്ഷാമം നേരിടുന്ന കുട്ടനാടൻ ജനതയ്ക്ക് ഇത് ഒരു ഇരുട്ടടിയായിരിക്കുകയാണ്. പാടത്തു നിന്നും ഇറങ്ങുന്ന ചീക്കവെള്ളം നദികളിലും ചെറുതോടുകളിലും നിറയുകയാണ്. പുളുങ്കുന്ന് പഞ്ചായത്തിലെ മേച്ചേരി വാക്ക, അയ്യനാട് തുടങ്ങിയ പാടശേഖരത്തിൽ നിന്നും തൂമ്പുകൾ വഴിയും പെട്ടിമടയിലൂടെയും അഞ്ചങ്ങാടി തോട്ടിലേക്ക് മലിനജലം വരുന്നത് തോടിന് ഇരുകരയിലും താമസിക്കുന്ന 500ഓളം കുടുംബങ്ങൾക്ക് ദുരിതം വിതച്ചിരിക്കുകയാണ്. ഈ വെള്ളം മോന്ത് കഴിയിട്ട് മഞ്ഞപ്പിത്തം, അതുകൂടാതെ പല മാരകമായ അസുഖങ്ങളായിട്ട് പുളുങ്ങാശി 4 പേര് കിടപ്പുണ്ട് അവിടെ.
പിന്നെ ഞങ്ങൾ ഈ കുട്ടടം ഈ ഒരു കുളത്തിലെ വെള്ളമാണ് ഞങ്ങളിപ്പം ഉപയോഗിക്കുന്നത്. പിന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കാണേലും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനാണെങ്കിലും ഈ വെള്ളമാണ് ഞങ്ങൾ ഇങ്ങനെ കുടിച്ചുകൊണ്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഇവർക്ക് ആഴ്ചയിൽ പഞ്ചായത്തിൽ നിന്നും വിതരണം ചെയ്യുന്ന 5 കുടം വെള്ളം മാത്രമാണ് ഏക ആശ്രയം. കുടിവെള്ള പൈപ്പ് ലൈനുകൾ ഉണ്ടെങ്കിലും വെള്ളം ലഭിക്കുന്നില്ല. നീരേറ്റുപുറം പ്ലാന്റിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് ഈ വെള്ളം ഇപ്പൊ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുടിക്കാൻ ഒരു നിവൃത്തിയില്ല, ഒരു ബാത്റൂം കൊണ്ടുപോകാൻ പോലും ഒരു നിവൃത്തിയില്ലാത്തതാണ്. പഞ്ചായത്തുകാരും ഇതൊന്നും കാണുന്നുമില്ല. ഞങ്ങളുടെ മെമ്പറാണെങ്കിൽ ഈ വെള്ളം കണ്ടിട്ട് ഞങ്ങൾക്ക് എന്നാ ഒരു വണ്ടി വെള്ളം ഇറക്കുവാണ് ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഈ നല്ല വെള്ളമെങ്കിലും കുടിക്കാം. എങ്ങനെയാന്ന് അറിയത്തില്ല. മട തൂമ്പ് പറഞ്ഞ് വെള്ളം കയറ്റി കഴിഞ്ഞപ്പോ തുടങ്ങി ഇങ്ങനെ വരുന്നത്. എങ്ങനെയാന്ന് നോക്കി കൈ പോലും ഇടാൻ മേല. ഭയങ്കരമായ ഒരു കഷ്ടപ്പാടും ദുരിതമായിട്ടാണ് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, തുണി നനയ്ക്കാനായിട്ട് ഇതില്ല. കൊച്ചു ഒരു 6 മാസം ഒരു 3 മാസമാകാത്ത ഒരു കൈക്കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് തുണി കഴുകാനോ ഒരു നിവൃത്തിയില്ലാത്ത ജീവിതമാണ് ഞങ്ങൾ ഈ എസ്എൻആർ പാലത്തിന്റെ അവിടെ ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത രീതി ഞങ്ങളിങ്ങനെ വീട്ടുകളിൽ കഴിഞ്ഞുകൂടുക. ഒരു 15-20 ദിവസത്തിൽ കൂടുതലായി ഞങ്ങൾ തുണി അലക്കിയിട്ട് അതുപോലെ തുണി കെട്ടിപ്പെറുക്കി വെച്ചിരിക്കുക. ഞങ്ങൾക്ക് തുണി അലക്കാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ഈ അവസ്ഥ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാവേലി സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി വെളിച്ചെണ്ണ 3-4 റേഷൻ കാർഡുകൾ ഉപയോഗിച്ച് ഒരേ വീട്ടുകാർ തന്നെ വാങ്ങുന്നതായി പരാതി. സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുന്നു. ഒരിടവേളയ്ക്ക് ശേഷം മാവേലി സ്റ്റോറുകളിലെത്തിയ സബ്സിഡി വെളിച്ചെണ്ണ വാങ്ങുവാൻ വൻ തിരക്ക്. അതേസമയം വെളിച്ചെണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപക ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. ഒരേ കുടുംബത്തിലുള്ളവർ തന്നെ പല റേഷൻ കാർഡുകൾ ഉപയോഗിച്ച് വ്യാപകമായി വെളിച്ചെണ്ണ വാങ്ങിയെന്നാണ് നാട്ടുകാരുടെ പരാതി. രാമങ്കരിയിലെ മാവേലി സ്റ്റോറിൽ ബുധനാഴ്ച വെളിച്ചെണ്ണ എത്തിയപ്പോൾ മുതിർന്നവരും കുട്ടികളുമടക്കം 100 കണക്കിന് പേരാണ് വന്നത്. സമീപവാസികളായ വീട്ടുകാരുടെ റേഷൻ കാർഡുകൾ ഉപയോഗിച്ച് 3-4 കിലോ വെളിച്ചെണ്ണ വരെ വാങ്ങിയവരുണ്ട്. അതേസമയം പല കാർഡ് ഉടമകൾക്കും സബ്സിഡി വെളിച്ചെണ്ണ ലഭിക്കുന്നില്ല. സമീപ പ്രദേശങ്ങളിലെ മാവേലി സ്റ്റോറുകളിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുമൂലം ഇവരും രാമങ്കരിയിലേക്ക് വരുന്ന അവസ്ഥയാണ് നിലവിൽ. രാമങ്കരി പഞ്ചായത്തിലെ 50% ജനങ്ങൾക്ക് പോലും സബ്സിഡി വഴിയുള്ള സാധനങ്ങൾ ലഭിക്കുന്നില്ല. കുട്ടനാട്ടിലെ എല്ലാ മാവേലി സ്റ്റോറുകളിലും ഇതേപോലെ സാധനങ്ങൾ എത്തിച്ച് വിതരണം ചെയ്യാൻ തയ്യാറാവണം. അല്ലെങ്കിൽ സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ?
എന്തെങ്കിലും പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. അപകടമൊഴിയാതെ AC റോഡ്. വാഹനങ്ങളുടെ അമിതവേഗം അപകടങ്ങളിൽ കലാശിക്കുന്നു. കിടങ്ങറ ബസാർ ജംഗ്ഷനിൽ വീണ്ടും അപകടം. AC റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായിരിക്കുകയാണ്. എന്നാൽ നടപടികൾ എടുക്കുവാൻ മടിക്കുകയാണ് അധികാരികൾ. പള്ളാത്തുരുത്തി അപകടത്തിലെ ഞെട്ടലുകൾ കെട്ടടങ്ങും മുമ്പാണ് കിടങ്ങറയിൽ വീണ്ടും അപകടമുണ്ടായത്. കിടങ്ങറ ബസാർ ജംഗ്ഷനിലെ ജനങ്ങൾക്ക് വാഹനങ്ങൾ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. 1.5 മാസം മുമ്പ് ക്ഷേത്രത്തിലെ സപ്താഹത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന അമ്മയും മകനും ഇതേ ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ചൊവ്വാഴ്ച രാത്രി 7:45 അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ബസ് ചാർജ് വർധനവ് ആവശ്യപ്പെട്ട് മെയ് 5 മുതൽ സർവീസ് നിർത്തിവെച്ച് അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ഭാരവാഹികൾ. മിനിമം ചാർജ് 10 രൂപയും കിലോമീറ്റർ ചാർജ് നിലവിലുള്ള നിരക്കിൽ നിന്ന് 10 പൈസയും വർദ്ധിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ ബസ് ചാർജ് വർധനയ്ക്ക് ശേഷം ഡീസൽ വിലയിൽ മാത്രം 10 രൂപയോളം വർധനവുണ്ടായി. ഇൻഷുറൻസ് പ്രീമിയം വർധന, ജീവനക്കാരുടെ ഇടക്കാല ആശ്വാസം, സ്പെയർ പാർട്സ്, ലൂബ്രിക്കൻസ്, ടയർ ട്യൂബ് എന്നിവയിലുണ്ടായ വില വർധനയും കണക്കിലെടുക്കുമ്പോൾ സ്വകാര്യ ബസ് വ്യവസായത്തിന് നിലനിൽക്കാനാവില്ലെന്നും ഭാരവാഹികൾ പറയുന്നു. ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. യോഗക്ഷേമ സഭ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീശങ്കര ജയന്തി ആഘോഷങ്ങൾ മെയ് 4 മാവേലിക്കരയിൽ നടക്കും. ജില്ലാ സാഹിത്യമേള മെയ് 18 ആലപ്പുഴയിൽ നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സിവിൽ വ്യോമയാന വകുപ്പ് മന്ത്രി ശ്രീ KC വേണുഗോപാൽ അവരുകൾ പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ യോഗക്ഷേമ സഭയുടെ ആരാധ്യനായ പ്രസിഡന്റ് ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. ജനറൽ സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ പോറ്റി ജയന്തി സന്ദേശം, ശങ്കരജയന്തി സന്ദേശം നൽകുന്നതാണ്. അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബ്രഹ്മശ്രീ വേലൂർ പരമേശ്വരൻ നമ്പൂതിരി. അദ്ദേഹം മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് ജേതാവാണ്. ആ യോഗത്തില് അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ ആരാധ്യനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ KP വിഷ്ണു നമ്പൂതിരിയാണ്. സ്വാഗതം ജില്ലാ സെക്രട്ടറി ഡോക്ടർ E കൃഷ്ണൻ നമ്പൂതിരി. ഉച്ചയ്ക്ക് 1:30 മാവേലിക്കര ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. യോഗക്ഷേമ സഭ ജില്ലാ പ്രസിഡന്റ് KP വിഷ്ണു നമ്പൂതിരി അധ്യക്ഷനായിരിക്കും. സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വേനൽ മഴയോടൊപ്പം ഇടിയും മിന്നലും കൂടിയായപ്പോൾ സർക്കാർ ഓഫീസുകളിലെ BSNL ഫോണുകൾ മരവിച്ച അവസ്ഥയിൽ. ഇടിമിന്നൽ സമയത്ത് ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കണമെന്ന നിർദ്ദേശവുമായി BSNL രംഗത്ത്. ആലപ്പുഴ ജില്ലയിൽ വേനൽ മഴ കനത്തതോടെ പല ഭാഗത്തും BSNL ഫോണുകൾ ശബ്ദിക്കാത്ത അവസ്ഥയിലാണ്. സർക്കാർ ഓഫീസുകളിലെ മിക്ക ഫോണുകളും ഇതിനോടകം തന്നെ പുകഞ്ഞ അവസ്ഥയിലാണ്. ഉദ്യോഗസ്ഥരുടെ സ്വന്തം ഫോണുകളിൽ നിന്നാണ് ഔദ്യോഗിക കാര്യങ്ങൾക്കായി മറ്റ് ഓഫീസുകളിലേക്ക് ബന്ധപ്പെടുന്നതെന്നും ആക്ഷേപമുയർന്നിരിക്കുന്നു. കേടുപാടുകൾ സംഭവിച്ച ഫോണുകൾ റിപ്പയർ ചെയ്യുവാൻ BSNL ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ചെറിയ നിർദ്ദേശവും ഇവർ നൽകുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള ബ്രോഡ്ബാൻഡ് മോഡത്തിനും വയർലെസ് ഫോണിനുമുള്ള വൈദ്യുതി കണക്ഷനും ലാൻഡ് ഫോണിലേക്കുള്ള ടെലിഫോൺ ലൈനും ഇടിമിന്നൽ സമയത്ത് വിച്ഛേദിക്കണമെന്നാണ് ഇവരുടെ നിർദ്ദേശം. കുടിവെള്ളത്തിന്റെ പേരിൽ കുത്തിപ്പൊളിച്ച റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ആലപ്പുഴ കൈതവന മുതൽ പഴവങ്ങാടി വരെയുള്ള റോഡാണ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി എടുത്ത കുഴികൾ ഇനിയും മൂടിയിട്ടില്ല. സമയബന്ധിതമായി റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് DYFI സമരം സംഘടിപ്പിച്ചത്. DYFI നേതാക്കളായ മനു C പുളിക്കൽ, A ഷാനവാസ്, S അജിത്ത്, ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തകർക്കുന്ന നിലയിൽ റോഡ് പൊളിക്കുന്നു. ഇനി അതൊന്ന് പാച്ച് വർക്ക് നടത്തിയാലോ? തൊട്ടടുത്ത ദിവസം വരും KSEB, തൊട്ടടുത്ത ദിവസം വരും BSNL. അങ്ങനെ ഈ നാട്ടിൽ ഏതെല്ലാം വകുപ്പുകളുണ്ടോ ആ വകുപ്പുകളുടെ എല്ലാം നിർമ്മാണ പ്രവർത്തനമെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്ന അവകാശമുള്ള ഈ റോഡുകളെല്ലാം ഉപയോഗശൂന്യമാകുന്ന നിലയിലേക്ക് ഭരണാധിപന്മാരുടെ തെറ്റായ നിലപാടുകൾ കൊണ്ട്
ഭാവനയില്ലാത്ത യുക്തിയില്ലാത്ത നിലപാടുകൾ കൊണ്ട് ഇതിന്റെ എല്ലാം ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ജനങ്ങളാണ്. ഞങ്ങൾ ഈ ശക്തമായ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കാനിടയായ സാഹചര്യം സൂചിപ്പിച്ചു. ഈ സർക്കാർ ഓഫീസുകളിലെല്ലാം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, യുവജന പ്രവർത്തകർ ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എത്രയോ തവണ കടന്നിരുന്നു. ഇനി ചരമ വാർത്തകൾ. മങ്കൊമ്പ് തെക്കേക്കര പുത്തൻപറയിൽ രാജേഷ് നിര്യാതനായി 36 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൈനഗരി കായലിപ്പറമ്പ് ശാരദ നിര്യാതയായി 70 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 1 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക തൊഴിലാളി ദിനത്തിലും ന്യായമായ അവകാശങ്ങൾക്കായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിൽ. സാമ്രാജ്യത്വ അനുകൂല നവലിബറൽ നയങ്ങളിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അന്താരാഷ്ട്ര മൂലധനത്തിന്റെയും ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകളുടെയും ചൂഷണത്തിനെതിരെ അധ്വാനവർഗത്തിന്റെ ശബ്ദം ഉയരട്ടെ. മെയ് 1 ലോക തൊഴിലാളി ദിനം. നെല്ലിന്റെ സംഭരണ വില ഈ ആഴ്ച വിതരണം ചെയ്യും. വിലക്കയറ്റം തടയാൻ സർക്കാർ അനുവദിക്കുന്ന തുക കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് സപ്ലൈകോയുടെ പരാതി. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ നിന്നും വൈക്കോൽ നീക്കം ചെയ്തിട്ടില്ല. കച്ചി അഴുകിയ വെള്ളം പൊതുജലാശയങ്ങളിലേക്ക് എത്തുന്നത് വ്യാപക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു. വെളിച്ചെണ്ണ വില തിളയ്ക്കുന്നു. അശാസ്ത്രീയ വിതരണം. അർഹരായവർ ഒഴിവാക്കപ്പെടുന്നു. സബ്സിഡി സാധന വിതരണം റേഷൻ കടകൾ വഴിയാക്കണമെന്ന ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.